ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലെറ്റസ് ലേൺ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കാരണവുമില്ലാതെ ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ച പാകിസ്ഥാന് കനത്ത തിരിച്ചടി കൊടുത്തിരിക്കുകയാണ് ഇന്ത്യ. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട ഒരു ദൗത്യം ഇന്ത്യ ഏറ്റെടുത്ത് പാകിസ്ഥാന് ഒരു മറുപടിയായി നൽകിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ്റെ മണ്ണിൽ കാല് തൊടാതെ തന്നെ ഏകദേശം 100 കിലോമീറ്റർ ഉള്ളിൽ കടന്നാണ് ഇന്ത്യ പാകിസ്ഥാന് പ്രഹരം നൽകിയത്. ഏകദേശം 9 ഭീകര ക്യാമ്പുകൾ ഇന്ത്യ ചുട്ടരിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിനായി ഇന്ത്യ ഉപയോഗിച്ച മിസൈലുകൾ ഏതാണെന്ന് ഇതുവരെ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല. റഫാൽ ജെറ്റ് ആക്രമണത്തിനായി ഉപയോഗിച്ചെന്നത് മാത്രമാണ് സൈന്യം പുറത്തുവിട്ട വിവരം. 4 തരം മിസൈലുകളാണ് റഫാൽ ജെറ്റിൽ സാധാരണ ഉപയോഗിക്കുന്നത്. ഇതിൽ ആകാശത്ത് നിന്ന് തൊടുക്കാവുന്ന ക്രൂസ് മിസൈലുകളാണ് സ്കാൽപ് മിസൈൽ അഥവാ സ്റ്റോം ഷാഡോ. ഫ്രാൻസും യുകെയും സംയുക്തമായി നിർമ്മിച്ച ഈ മിസൈൽ യൂറോപ്യൻ കമ്പനിയായ MBDA ആണ് നിർമ്മിക്കുന്നത്. 4 തരം സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് മിസൈൽ പ്രവർത്തിപ്പിക്കുന്നത്. ഒന്ന്, സാറ്റലൈറ്റ് ദൃശ്യങ്ങളിലൂടെ ആക്രമിക്കേണ്ട ടാർഗറ്റിൻ്റെ ലൊക്കേഷൻ ലഭിക്കും. അതിലൂടെ ആ സ്ഥലത്തിൻ്റെ GPS ലൊക്കേഷൻ കണ്ടുപിടിക്കാനാവും. ഇതുപയോഗിച്ചാണ് മിസൈൽ പ്രോഗ്രാം ചെയ്യുന്നത്. GPS അടക്കമുള്ള നാവിഗേഷൻ സംവിധാനങ്ങളിലൂടെ മിസൈൽ സഞ്ചരിക്കുന്ന വഴി തെറ്റാണെങ്കിൽ തിരുത്താനുമാവും. ഭൂപ്രദേശത്തെ കൃത്യമായി മാപ്പ് ചെയ്യാൻ മിസൈലിലുള്ള റഡാറിന് സാധിക്കും. ലക്ഷ്യത്തിൻ്റെ തൊട്ടടുത്തെത്തുമ്പോൾ മിസൈലിലെ ഇൻഫ്രാറെഡ് ബീം ഓണാകും. ഇൻഫ്രാറെഡ് ഇമേജിംഗ് എന്നാണ് അതിനെ പറയുന്നത്. ആക്രമിക്കേണ്ട ലക്ഷ്യത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ കൺട്രോൾ റൂമിൽ നിന്ന് തന്നെ തിരുത്താനും കഴിയും. 450 കിലോഗ്രാമാണ് ബോംബിൻ്റെ ഭാരം. ഒരു സെക്കൻഡിൽ 323 മീറ്റർ വരെ സഞ്ചരിക്കാം. കെട്ടിടത്തിൻ്റെ നില അനുസരിച്ച് ചരിഞ്ഞോ നേരെയോ മിസൈൽ ആക്രമണം നടത്താം. 500 കിലോമീറ്റർ അകലെയുള്ള ശത്രു സ്ഥാനങ്ങൾ വരെ ആക്രമിക്കാൻ സ്കാൽപ് മിസൈലിന് സാധിക്കും. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സൈന്യം ആക്രമിച്ച പാകിസ്ഥാനിലെ 9 ഇടങ്ങളും അതിർത്തിയിൽ നിന്ന് പരമാവധി 100 കിലോമീറ്ററിനകത്താണ് വരുന്നത്. അതായത് ഏകദേശം 400 കിലോമീറ്റർ ഇന്ത്യൻ പ്രദേശത്തിനുള്ളിൽ നിന്നുകൊണ്ട് സൈന്യത്തിന് ഫയർ ചെയ്യാനാവും. സ്കാൽപ് മിസൈലിനെ ആക്രമിക്കണമെങ്കിൽ 500 കിലോമീറ്ററിലധികം റേഞ്ചുള്ള ഒരു ആയുധം പാകിസ്ഥാൻ്റെ പക്കലുണ്ടാവണമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇന്ത്യ ഉപയോഗിച്ച മറ്റൊന്നാണ് ഹാമർ ബോംബുകൾ. റഫാലിൽ ഉപയോഗിക്കുന്ന ഹാമർ ബോംബുകൾ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് തൊടുക്കാവുന്ന ഗൈഡഡ് ആയുധമാണ്. ഫ്രഞ്ച് കമ്പനിയായ സാഫ്രാൻ ഇലക്ട്രോണിക്സ് ആണ് ഇത് നിർമ്മിക്കുന്നത്. 70 കിലോമീറ്ററാണ് റേഞ്ച്. പ്രതികൂല കാലാവസ്ഥയിലും ഫലപ്രദമായ ഹാമർ ബോംബുകളെ ശത്രുസേനയുടെ റഡാറിന് അത്ര വേഗം കണ്ടെത്താനാവില്ല. ഇൻഫ്രാറെഡ് ഇമേജും ലേസർ ടാർഗറ്റിംഗും അടങ്ങിയ ആയുധമാണിത്. മീറ്റിയോർ മിസൈലും മൈക്കയും ആകാശത്ത് നിന്ന് ആകാശത്തേക്ക് ഉപയോഗിക്കാവുന്ന 2 ആയുധങ്ങളാണ്. MBDA വികസിപ്പിച്ച മീറ്റിയോർ മിസൈലിന് 200 കിലോമീറ്ററാണ് റേഞ്ച്. ഒരിക്കൽ കൂടി പറയാം, ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് വാങ്ങിയ റഫാൽ വിമാനങ്ങളിൽ ഘടിപ്പിച്ച സ്കാൽപ് മിസൈലുകളും ഹാമർ ബോംബുകളുമാണ് പാകിസ്ഥാനിലെയും അധിനിവേശ കാശ്മീരിലെയും 9 ഭീകര ക്യാമ്പുകളെ കൃത്യമായി പ്രഹരിച്ചത്. GPS, ലേസർ ഗൈഡഡ് ആയുധങ്ങൾക്ക് ഉന്നം തെറ്റില്ല. ഇസ്രയേലിൽ നിന്നുള്ള IAI ഹാരോപ്പ്, ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റത്തിൻ്റെ LLS-50 തുടങ്ങിയ ഡ്രോണുകൾ ഉപയോഗിച്ച് വ്യോമാക്രമണത്തിനു മുൻപ് ഭീകര ക്യാമ്പുകളുടെ കൃത്യവിവരം ശേഖരിച്ചു. അങ്ങനെയാണ് ഇന്ത്യ പാകിസ്ഥാനുമായി ആകാശയുദ്ധത്തിന് ഒരുങ്ങി പുറപ്പെട്ടത്. ഇനി ആകാശയുദ്ധത്തിന് ഇന്ത്യയെ സഹായിച്ച സ്കാൽപ് മിസൈലിൻ്റെയും ഹാമർ ബോംബുകളുടെയും സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നേരത്തെ ഒന്ന് സൂചിപ്പിച്ച പോലെ സ്റ്റോം ഷാഡോ എന്നറിയപ്പെടുന്ന ആകാശത്തു നിന്ന് വിക്ഷേപിക്കുന്ന ക്രൂസ് മിസൈലാണ് സ്കാൽപ്. റഫാൽ യുദ്ധവിമാനത്തിനൊപ്പം ലഭിച്ചു. സുഖോയ്, മിറാഷ് വിമാനങ്ങളിലും ഇത് ഘടിപ്പിക്കാം. നിർമ്മാണം യൂറോപ്യൻ പ്രതിരോധ സ്ഥാപനമായ MBDA ആണ്. അതും നേരത്തെ പറഞ്ഞിരുന്നു. ഭാരം 1300 കിലോഗ്രാം ആണ്. ഏകദേശം 2870 പൗണ്ട്. നീളം 5.10 മീറ്റർ. വീതി 25 ഇഞ്ച്. ഇനി 500 കിലോമീറ്റർ പരിധിയിൽ ഇതിന് പ്രഹരിക്കാൻ കഴിയും. 450 കിലോ സ്ഫോടക വസ്തു വഹിക്കാനും ശേഷിയുണ്ട്. സെക്കൻഡിൽ 323 മീറ്റർ വേഗം സ്വയം നീങ്ങാൻ ചിറകുകൾക്ക് കഴിയും.
ഇൻഫ്രാറെഡ് സിഗ്നലുകളുടെ സഹായത്തോടെ ലക്ഷ്യസ്ഥാനം കണ്ടെത്താൻ സാധിക്കും എന്നതാണ് പ്രത്യേകത. എന്നാൽ ഹാമർ ബോംബുകൾക്ക് അതിർത്തിക്ക് തൊട്ടടുത്തുള്ള ബങ്കറുകൾ അടക്കമുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ സാധിക്കും. ഫ്രഞ്ച് പ്രതിരോധ സ്ഥാപനമായ സഫാൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഡിഫൻസ് ആണ് വികസിപ്പിച്ചത്. റഫാൽ യുദ്ധവിമാനത്തിനൊപ്പമാണ് ഈ ഹാമർ ബോംബുകൾ ഇന്ത്യക്ക് ലഭിച്ചത്. GPS, ഇൻഫ്രാറെഡ് ഇമേജിംഗ്, ലേസർ ടാർഗറ്റിങ്ങിലൂടെയാണ് ഇവ കൃത്യത കൈവരിക്കുന്നത്. കൃത്യമായി ശത്രുക്കളെ കണ്ടെത്താനും പ്രവർത്തനം ചെയ്യാനും ഇത്തരം സംവിധാനങ്ങൾ ഹാമർ ബോംബുകളെ സഹായിക്കുന്നു. അതിർത്തിയോട് ചേർന്ന ഭീകര ക്യാമ്പുകൾ കൃത്യമായി തകർക്കാൻ ഈ ഹാമർ ബോംബുകൾ സഹായിച്ചു. 70 കിലോമീറ്റർ പ്രഹരശേഷിയാണ് ഇതിനുള്ളത്. പോർമുനയിൽ 1000 കിലോഗ്രാം സ്ഫോടകവസ്തുക്കൾ വഹിക്കാൻ കഴിയും. 340 കിലോഗ്രാമാണ് ഇതിൻ്റെ ഭാരം. 3.1 മീറ്ററാണ് നീളമായിട്ട് വരുന്നത്. ഇന്ത്യയുടെ ഈ ഒരു കാലഘട്ടം ആർക്കും മറക്കാൻ കഴിയില്ല. അത്രമേൽ വേദനിച്ചിട്ടുണ്ട് ഇന്ത്യ. അതിൻ്റെ തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയതും. അപ്പോൾ ഡിഗ്രി പ്രിലിംസിനും അതുപോലെ 10th മെയിൻസിനും ഒക്കെ തയ്യാറെടുക്കുന്നവർ ഈ ഒരു കറണ്ട് അഫെയർസ് എന്തായാലും പഠിച്ചു വെച്ചോളൂ. ഇതൊരു ചോദ്യമായിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു മിസൈലിൻ്റെയും ബോംബിൻ്റെയും ഒക്കെ സവിശേഷതകൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.